അതെ, കുറച്ച് ദിവസമായിട്ടോ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. പിന്നെ ഒട്ടും ലേറ്റാക്കിയില്ല, വേഗം പോയിട്ട് വാഴയിലൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ദേ ഇവിടെ വാഴയിലയിൽ ചോറും പപ്പടവും ബീഫും പിന്നെ ഈ ഒരു സ്പെഷ്യലായിട്ടൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. സാധനം വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ, പക്ഷേ നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ സാമ്പാറും അവിയലും പുളിശ്ശേരിയും എരിശ്ശേരിയൊക്കെ വേണ്ടേ. കാത്തിരുന്ന് ലാസ്റ്റ് ഞാൻ അതോടെ ഒഴിവാക്കി. ഇവിടെ എന്നും നമുക്കുള്ളത് ബീഫാട്ടോ. അപ്പോൾ ബീഫിന്റെ കൂടെ ആവാന്നാണ് കരുതി. കുറച്ച് ദിവസമായിട്ടോ ക്ഷമയില്ലാണ്ട് ഈ പുളിയിഞ്ചി ഇങ്ങനെ കാത്തിരിക്കുന്ന നമ്മളെ. അപ്പോൾ ഇനിയും ലേറ്റ് ആക്കുന്നത് ഒട്ടും ശീലം തോന്നിപ്പോയി. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുളിയിഞ്ചി വെച്ച് ഒരുപാട് കലം കൂട്ടുന്ന ഒരാളാട്ടോ. ഒന്നാമത് നമ്മുടെ തറവാട്ടിലങ്ങനെ ആയതുകൊണ്ട് പുളിയിഞ്ചി എനിക്ക് നിർബന്ധമാണ് ഏതൊരു ഫംഗ്ഷനിലും. അപ്പം നമുക്കറിയാം പുളിയിഞ്ചിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അപ്പം ഇതുണ്ടല്ലോ സ്പെഷ്യൽ, അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. ഒരു നെഗറ്റീവ് പോലും നമുക്ക് പറയാനില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം. അവർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരും. മാത്രമല്ല ഈ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ ഇതൊരു എളുപ്പ പരിപാടി കേട്ടോ. നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി, അവർ നിങ്ങളെ വീട്ടിലെത്തിക്കും. ഒന്നും പറയാനില്ല കേട്ടോ. നല്ല കട്ട തൈരും ബീഫും നല്ല ചെറുനാരങ്ങ അച്ചാറും പിന്നെ പപ്പടപ്പടവും പിന്നെ നമ്മളെ മധുരമുള്ള പുളിഞ്ചിയും കൂട്ടിയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ഓ, ഒന്നും പറയാനില്ല കേട്ടോ. ചോറിന്റെ കൂടെ ഈ പുളിയിഞ്ചി ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ് കുശാലായി.